എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. ഇന്ന് ഞാൻ പച്ച ഷർട്ടും വെള്ള ഷൂ ഇട്ട് പോണത് വേറെ എവിടേക്കില്ലേ, പാലക്കാടിക്കാണ്. ഓഫീസിലാട്ടെന്ന് ഡ്യൂട്ടി. പിന്നെ സൂര്യ പറഞ്ഞിട്ടോ, ആരോ കമന്റ് ഇട്ടിരുന്നു മിനിഷേട്ടൻ അവര് തലയെ കെട്ടി നടക്കണ പോലെ അവരുടെ മോനും തലയെ കെട്ടി നടക്കണ്ടെന്ന് പറഞ്ഞിട്ടോ. എന്തായാലും ഉണ്ണിയോട് സ്നേഹം മാത്രം. ഞാൻ പിന്നെ സൂര്യോട് യാത്രയും പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നേ. ഞാൻ പിന്നെ ഒറ്റപ്പാലെത്തിയിട്ട് പരീക്ഷയാണെങ്കിൽ ലാലേട്ടൻ തോളും ചരിച്ച് വരുന്ന പോലെയാണ് വരുന്നത്. പിന്നെ ഫാദക്കും ജീനും ഉണ്ടായിരുന്നു. ജീനും എന്റെ കൂട്ടുകാരനാണ്. പിന്നെ അവരോടൊക്കെ ടാറ്റയും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നാണെങ്കിൽ ഞങ്ങൾ പോയത് കസ്റ്റമർ സറണ്ടർ ചെയ്ത വണ്ടിയായിട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നേ. സംഭവം ഇലക്ട്രിക്കൽ സ്കൂട്ടിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കല്ലക്കാട് എത്തുമ്പോ ഒന്നും കൂടി ചാർജ് ചെയ്യാന്ന് വിചാരിച്ചേ. പാലക്കാടിക്ക് എത്തുള്ള ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സരീഷ് വണ്ടി തള്ളണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല 8ന്റെ പണിനെ കിട്ടിയിട്ടോ. രാവിലെ മോഹൻലാലിന്റെ പോലെ തോളും ചരിച്ച് വന്ന സരീഷിന് ഇപ്പൊ ഫുൾ ടൈം തോള് തിരിച്ച് നടക്കേണ്ട അവസ്ഥയായി. ഇടിവെട്ടിവനെ പാമ്പ് കടിക്കുക പറഞ്ഞ അവസ്ഥ ഇരുന്നിട്ട് ഞങ്ങളുടെ നല്ല മഴയും അതുപോലെ തന്നെ ചാർജും കഴിഞ്ഞു വണ്ടിയുടെ. സത്യം പറഞ്ഞ സ്കൂട്ടിക്ക് ചാർജ് ചെയ്യണമെങ്കിൽ കസ്റ്റമർ OTP വേണത്രേ. കസ്റ്റമർ ആണെങ്കിൽ അതിന്റെ ആപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെ തള്ളിപ്പിടിച്ച് അവസാനം ഞങ്ങൾ പാലക്കാട് ഷോറൂമിലെത്തി. ഞങ്ങൾ സ്നാക്സ് കഴിക്കുമ്പോൾ ഏകദേശം 2:30 മണി ഉണ്ടാവും കേട്ടോ. രാവിലെ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വണ്ടി ഒന്ന് കുറച്ചു നേരം കുത്തിവെക്കാൻ പറ്റുമെന്ന് കുറെ ഷോപ്പുകളിൽ കയറി ചോദിച്ചിട്ടോ. പക്ഷെ ആരും സമ്മതിച്ചില്ല. അപ്പോഴൊക്കെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന LP മെന്റാലിറ്റി ഒന്നും നമുക്കൊന്നും ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് തോൽക്കാനുള്ള മനസ്സിലാത്തോണ്ട് ഞങ്ങൾ തള്ളിയിട്ടാണ് ഷോറൂമിലേക്ക് എത്തിച്ചിന്റെ വണ്ടി. അതിന്റെ ക്ഷീണം വിഷമൊക്കെ പാടെ ഞങ്ങൾ പപ്സിലും ചിക്കൻ റോളിൽ തീർത്തിട്ടാ. സമയം 3:22 ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ആടിക്ക് എത്തുമ്പോഴേക്കും ഈ സമയമായിരിക്കും. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങി ഞങ്ങൾ ഓഫീസിലേക്ക് എത്തുമ്പോൾ ഏകദേശം 4 മണിയായി. പിന്നെ ഒരു 6 മണിയായപ്പോ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും ചെയ്തു കേട്ടോ. പിന്നെ തിരിച്ചു പോകുമ്പോൾ വിവേകിന്റെ കാർ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനും സരീഷും സുധിനും വിവേകൊക്കെ പാടെ കാറിലാണ് തിരിച്ചു പോയതിട്ടാ. പിന്നെ ഒറ്റപ്പാലത്തിപ്പോ രാജേട്ടൻ്റെ അവിടെ നിന്ന് 2 ലോട്ടറി എടുത്തിട്ടുണ്ട്. പിന്നെ സരീഷും വിവേകിനും ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് അവര് പോയിട്ടോ. എന്റെ വണ്ടി ഇരിക്കുന്ന പട്ടാമ്പിയാണേ. അപ്പൊ ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് ബസ് കയറിയിട്ട് നേരെ പട്ടാമ്പിയിലേക്കാണ് പോയത്. അങ്ങനെ ബസ്സിൽ കുറച്ചു നേരം പാട്ടും കേട്ടിരുന്നേ. നേരെ പട്ടാമ്പി എത്തിയിട്ടാ. അവിടുന്ന് തേജുനും സൂര്യക്ക് 2 കടല വാങ്ങിയിട്ടാ. ബജാജിലേക്ക് ഒന്ന് പോയിണ്ടായിരുന്നേ. അവിടെ സൂര്യക്കുള്ള കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് മേടിക്കാൻ പോയി. 8 മണി 8:30 ആയിട്ടും പിള്ളേരൊന്നും പോയിട്ടില്ല കേട്ടോ. മന്ദന്റെ അല്ലേ, അപ്പൊ അതിന്റേതായ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചാത്തൂര് എത്തിയപ്പോ ഷാഫിഖാന്റെ കടയിൽ നിന്ന് കുറച്ച് പഴവും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാ. തേജും സൂര്യയും പതിവ് പോലെ എന്റെ കയ്യിലുള്ള പൊതിക്ക് വെയിറ്റിംഗ് ആയിരുന്നേ. അങ്ങനെ അവർ രണ്ടാൾക്ക് ഓരോ പൊതി കടല കൊടുത്തിട്ടോ. പിന്നെ സൂര്യക്ക് കൊറിയറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വലിയ പണി കിട്ടിയോണ്ട് തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. ആരും ഒരാളുടെ ജോബും സുഖമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.